ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മൊഡ്യൂൾ 3-ലെ പാർട്ട് ബി സൊല്യൂഷൻസ് ആണ്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പാർട്ട് ബി സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, obtain the overall transfer function C of S by R of the signal flow graph shown in figure. നമുക്ക് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ. ആദ്യം തന്നെ നമുക്ക് നോഡുകളെ നമ്പർ ചെയ്യാം. എത്ര നോഡ് ഉണ്ടെന്ന് നോക്കാം. ഇതിന് 1 2 3 4 5 6 7 8 ആ നമ്പർ ചെയ്തിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ 8 നോഡാണ് തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിന് ഉള്ളത്. ഇനി ഇതിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് എന്ന് നോക്കാം. ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സി ഓഫ് എസിൽ എൻഡ് ചെയ്യണം. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഓരോ നോഡും ഒരു തവണ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് അങ്ങനെ നോക്കാം. നമുക്ക് എത്ര ഫോർവേഡ് പാത്ത് വരുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പം ഇങ്ങനെ നോക്കൂ, 1 ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആർ ഓഫ് എസ് 1 2 3 4 5 6 അതൊരു ഫോർവേഡ് പാത്താണ്. ഫോർവേഡ് പാത്ത് 1 നമുക്കതിനെ നമ്പർ ചെയ്യാം, പേര് നെയിം ചെയ്യാം. ഇനി ഫോർവേഡ് പാത്ത് 2 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴോട്ടും ഉണ്ടാവും. 1 2 7 8 5 6 അത് സെക്കൻഡ് ഫോർവേഡ് പാത്ത്. ഇനി തേർഡ് ഫോർവേഡ് പാത്ത് 1 2 1 2 3 8 5 6 അത് തേർഡ് ഫോർവേഡ് പാത്ത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഫോർത്ത് ഫോർവേഡ് പാത്ത് 1 2 7 4 5 6 അത് ഫോർത്ത് ഫോർവേഡ് പാത്താണ്. ഇനി ഫിഫ്ത്ത് ഫോർവേഡ് പാത്ത് നോക്കൂ, 1 2 7 4 ഇങ്ങനെ ഈ പാത്തിലൂടെ പോയി 3 8 5 6. ഓക്കെ, അതെങ്ങനെയാണ് പോയത്? ഇത് ഇങ്ങനെ വന്ന് താഴോട്ട് വന്നു, പിന്നെ മുകളിലോട്ട് പോയി ഈ ഫീഡ്ബാക്ക് പാത്തിലൂടെ വന്ന് വീണ്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്ന് എന്നിട്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, അതിൽ ഒറ്റ നോഡും റിപ്പീറ്റ് ചെയ്ത് ടച്ച് ചെയ്തിട്ടില്ല. അതാണ് ആ ഫോർവേഡ് പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർവേഡ് പാത്ത് 6 ഇതേപോലെ വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഉണ്ടാവും. നോക്കാം. ആർ ഓഫ് എസ് 1 2 3 8 ഈ H2 പോയി 7 4 5 6 അങ്ങനെ there are 6 ഫോർവേഡ് പാത്ത്. ഈ തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ 6 ഫോർവേഡ് പാത്ത് ഉണ്ട്. ഇനി ആ ഫോർവേഡ് പാത്ത് അതിൻ്റെ ഡയഗ്രം സെപ്പറേറ്റ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഓരോ ഫോർവേഡ് പാത്തുകളും. അപ്പോൾ 6 ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം k = 6 ആണ്. k is the number of forward path. ഇനി ലെറ്റ് ദ ഫോർവേഡ് പാത്ത് ഗെയിൻസ്, ആ ഓരോ ഫോർവേഡ് പാത്തിൻ്റെയും ഗെയിൻ P1 P2 P3 P4 P5 ആൻഡ് P6. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഗെയിൻ. അപ്പോൾ ഈ P1ൻ്റെ ഗെയിൻ എന്തായിരിക്കും? G2 × G4 × G6 P1ൻ്റെ. P2ൻ്റെ എന്തായിരിക്കും? G3 G5 G7. P3യുടേത് G2 G1 G7. P4ൻ്റെതോ G3 G8 G6. ഓക്കെ, അതുപോലെ ഇതിൻ്റെയും ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ നമുക്ക് എഴുതാം. G3 G1 G8 H1 G7. അതിന് ഓർഡറിൽ എഴുതിയ G1 G3 G7 G8 H1. ഇതിനെ എഴുതി കഴിഞ്ഞാലോ G2 G1 G6 G8 H2. അത് ഓർഡറിൽ എഴുതിയ G1 G2 G6 G8 H2. ഇതാണ് ആ ഫോർവേഡ് പാത്തുള്ള ഗെയിൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതിൽ? തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ നോഡുകൾക്ക് നമ്പർ ചെയ്തു, അതിനുശേഷം എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, അതിൻ്റെയൊക്കെ ഗെയിൻ എന്താണെന്ന് എഴുതി. ഇതൊന്നും മിസ്റ്റേക്ക് വരുത്താണ്ട് ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താ? സിഗ്നൽ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. ഇനി ഓരോ ലൂപ്പ്, ഇതിൽ എത്ര ലൂപ്പ് ഉണ്ട്? ആകെ 3 ലൂപ്പാണുള്ളത്. ലെറ്റ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ ബി P11 P21 ആൻഡ് P31. ലൂപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, G4 × H1 അതിൻ്റെ ഗെയിൻ. ലൂപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ G5 × H2. ലൂപ്പ് 3 എന്ന് പറഞ്ഞാലോ G1 G8 H1 × H2. ഇനി എന്താ? ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. അതായത് നോൺ ടച്ചിങ് ആയിട്ടുള്ള 2 ലൂപ്പുകളുടെ ഗെയിൻ പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതെന്താ ക്വസ്റ്റ്യൻ അല്ല, അടുത്ത സ്റ്റെപ്പ്. There is only one combination of 2 non-touching loop.
let the gain product of two non-touching loop be P12. അതായത് ആ ഡയഗ്രത്തിൽ ആ എൻഡിലുള്ള ആ രണ്ട് ലൂപ്പിൽ ലൂപ്പ് 1ഉം ലൂപ്പ് 2 ആണ് ടച്ച് ചെയ്യാണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഗെയിൻ പ്രൊഡക്റ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ലൂപ്പ് 1ൻ്റെയും ലൂപ്പ് 2ൻ്റെയും ഗെയിൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് വരും? G4H1 ഇൻറ്റു G5H2, ദാറ്റ് ഈസ് G4G5 ഇൻറ്റു H1H2. ഇതെന്താ മനസ്സിലായി? ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്പ് മനസ്സിലായില്ലേ? നമ്മുടെ ആ ഡയഗ്രത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ലൂപ്പും താഴെ ഒരു ലൂപ്പും ഉണ്ട്. ആ രണ്ട് ലൂപ്പാണ് നോൺ ടച്ചിങ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള ലൂപ്പുകളിലെ നോഡൊക്കെ കോമൺ ആണ്. അപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. അതാണ് P12 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. നമ്മളിതെല്ലാം കണ്ടുപിടിക്കുന്നത് മേസൺസ് ഗെയിൻ ഫോർമുലയിൽ ഓരോ ടേം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ഡെൽറ്റ എൻ്റെ ഡെൽറ്റ കെ. ഡെൽറ്റയുടെ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് gain products of all possible combinations of two non-touching loops minus sum of gain product of all possible combinations of three non-touching loops plus etc. and four non-touching loops. അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കും. എവിടെ നോക്കാം നമുക്ക് ഈ കേസിൽ എങ്ങനെയാണ് അത് വരണേന്ന്. ഇതിൽ നമുക്കറിയാം k എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഡെൽ മാത്രമല്ല del 1, del 2, del 3, del 4, del 5, del 6 വരെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഡെൽറ്റ കാണാം. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. നമ്മൾ ആ ലൂപ്പ് 3 ലൂപ്പാണുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ ലൂപ്പ് ഗെയിൻസ് ഒക്കെ ആഡ് ചെയ്ത് എഴുതി. പ്ലസ് പിന്നെ സം ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്പ്. രണ്ട് നോൺ ടച്ചിങ് ലൂപ്പിൻ്റെ ഗെയിൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. G4, G5, H1, H2. ഇതാണ് ഡെൽറ്റ. ഇനി ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്തത് ഉള്ള പോർഷൻ ഏതാണ്? ദ പാർട്ട് ഓഫ് ദ ഗ്രാഫ് ദാറ്റ് നോൺ ടച്ച് വിത്ത് വിച്ച് ഈസ് നോൺ ടച്ചിങ് ഫോർവേഡ് പാത്ത് 1 ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ 7 to 8 എന്നുള്ള നോഡിൻ്റെ ഇടയിലുള്ള ഈ ലൂപ്പാണ് K1 എന്ന് പറയുന്ന പാത്തിനെ ടച്ച് ചെയ്യാത്തത്. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ആ ലൂപ്പിൻ്റെ ഗെയിൻ മാത്രമേ അതിൽ വരുള്ളൂ. മറ്റേതൊക്കെ ടച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ 1 മൈനസ് G5H2 എന്ന് മാത്രമാണ് ആൻസർ വരിക. ഓക്കെ, ഡെൽറ്റ 1 അതാണ്. ഇനി അതുപോലെ ഡെൽറ്റ 2 വരുമ്പോൾ എന്ത് വരും? K2 എന്ന് പറയുന്ന പാത്തിനെ ടച്ച് ചെയ്യാത്തത്. അത് 3 to 4 എന്ന് പറയുന്ന ഈ ലൂപ്പാണ്. അതെന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് G4 ഇൻറ്റു H1. ഇനി ഇത് ബാക്കിയുള്ള ഫോർവേഡ് പാത്ത് 3, 4, 5, 6 ആ പാത്തിനെ ടച്ച് ചെയ്യാത്ത ഒരു പോർഷനും ഇല്ല. എല്ലാ പാർട്ടും അത് കോമൺ ആണ്. There is no part of the graph which is non-touching with forward path 3, 4, 5 and 6. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിൽ ഡെൽറ്റ 3, ഡെൽറ്റ 4, ഡെൽറ്റ 5, ഡെൽറ്റ 6 അതിൻ്റെ ഇക്വേഷനിൽ 1 മൈനസ് ഡെൽറ്റയുടെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ അല്ലേ? അതിൽ ആ 1 മൈനസ് ഉണ്ടാവും, 1 ഉണ്ടാവും. മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ 0 ആണ്. 1 മൈനസ് 0 വരും. അപ്പോൾ 1 ഉള്ള ടേം എല്ലാത്തിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഡെൽറ്റ 3 ഈക്വൽ ടു ഡെൽറ്റ 4 ഈക്വൽ ടു ഡെൽറ്റ 5 ഈക്വൽ ടു ഡെൽറ്റ 6 ഈക്വൽ ടു 1 വരുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ടേമുകളും കണ്ടുപിടിച്ചു. ഇനി അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ മേസൺസ് ഗെയിൻ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. T ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ സിഗ്മ കെ പി കെ ഡെൽറ്റ കെ. ദാറ്റ് ഈസ് 1 ബൈ ഡെൽറ്റ കെ 6 ആണ്. 6 ഫോർവേഡ് പാത്ത് അല്ലേ ഉള്ളത്. അതുകൊണ്ട് K ഈക്വൽ ടു 6. P1 delta 1 plus P2 delta 2 plus P3 delta 3 plus P4 delta 4 plus P5 delta 5 plus P6 delta 6. ഇനി ഇതിൽ P1 അറിയാം, ഡെൽറ്റ 1 അറിയാം, P2 ഡെൽറ്റ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് ആൻസർ ആയിട്ട് വരിക. അത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സ്പ്രഷൻസ് വലുതായി വരണമെന്നേ ഉള്ളൂ. പക്ഷെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡെൽറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ഡെൽറ്റ 3 തൊട്ടിട്ട് 6 വരെ 1 ആണ്. അപ്പോൾ P3, P4, P5, P6 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Analyze the stability of the given LTI system whose characteristic equation is given by Q of S equal to S raised to 5 plus 2S raised to 4 plus 2S cube plus 4S square plus 11S plus 10 using Roots criteria. റൂട്ട്സ് ക്രൈറ്റീരിയം വെച്ചിട്ട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനാണ് പറയുന്നത്.
ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഫിഫ്ത്ത് ഓർഡർ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഓർഡർ ഫസ്റ്റ് ഉണ്ടോ, പവർ ശ്രദ്ധിക്കുക, ഹയസ്റ്റ് പവർ 5 ആണ്. അപ്പോൾ ഫിഫ്ത്ത് ഓർഡർ ഇക്വേഷൻ ആണ് ഈ പോളിനോമിയലെ. അത് മീൻ ചെയ്യുന്നത് എന്താ, അതിന് 5 റൂട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ ഹയസ്റ്റ് പവർ ഓഡ് നമ്പർ ആയ കാരണം ഈ റൂട്ട് അറേ എഴുതി ചെയ്യുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം ഓഡ് പവേഴ്സിൻ്റെ യൂസിങ് ദ കോഎഫിഷ്യൻസ് ഓഫ് ഓഡ് പവേഴ്സ് ഓഫ് എസ് ആണ് നമ്മൾ ആദ്യം ഫസ്റ്റ് റോയിൽ എഴുതുക. കോഎഫിഷ്യന്റ് ഓഫ് ഓഡ് പവേഴ്സ് ഓഫ് എസ്, ഓഡ് പവേഴ്സ് ഓഫ് എസ്. സെക്കൻഡ് റോ വിൽ ബി ഈവൻ കോഎഫിഷ്യന്റ് ഓഫ് ഈവൻ പവേഴ്സ് ഓഫ് എസ്. ഓക്കെ, നമുക്ക് നോക്കാം, അത് എളുപ്പമാണ്, എങ്ങനെ എഴുതാൻ നോക്കാം. ഇതാണ് തന്നിരിക്കുന്ന പോളിനോമിയൽ, തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ആദ്യം ഓഡ് പവേഴ്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസ് റൈസ് ടു 5ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ, അടുത്ത ഓഡ് പവർ എസ് റൈസ് ടു 3 ആണ്, അതിൻ്റെ കോഎഫിഷ്യന്റ് 2, പിന്നെ എസ് റൈസ് ടു 1ന്റെ കോഎഫിഷ്യന്റ് 11. അത് ഫസ്റ്റ് റോയിൽ വന്നു. സെക്കൻഡ് റോയിൽ ഈവൻ പവേഴ്സിന്റെ കോഎഫിഷ്യന്റ് എസ് റൈസ് ടു 4ന്റെ കോഎഫിഷ്യന്റ് 2, എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 4, ദെൻ കോൺസ്റ്റന്റ് ടേം 10. ഇനി നമുക്കിത് നോക്കിയാൽ അറിയാം, ഇതിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ അത് 1 2 5 ആയിട്ട് മാറും. ദെൻ എസ് ക്യൂബ് എങ്ങനെ കിട്ടും, ഈ സിംപ്ലിഫൈ ചെയ്ത ഈ ടേം, ഈ 1 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1, അതാണ് എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ റോയിലെ ഫസ്റ്റ് ടേം കിട്ടുന്നത്. അതിന് ഇവിടെ എഴുതിയിട്ട് 1 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1, ഈ ഫസ്റ്റ് ടേം തന്നെ. ഇനി സെക്കൻഡ് ടേം കിട്ടണമെങ്കിലോ 1 ഇൻറ്റു 11 മൈനസ് 5 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വരും. 11 മൈനസ് 5 6 വരും. ഇനി നമുക്ക് കണ്ടു ഫസ്റ്റ് ഇതിൽ തന്നെ ഫസ്റ്റ് റോയിൽ തന്നെ ഇതിൽ കോളത്തിൽ തന്നെ 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ 0നെ നമുക്ക് സിറ്റ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിറ്റ ഇൻറ്റു 6 എന്നാക്കാം. ഇനി ഇത് വെച്ചിട്ട് എസ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതേ ഇൻറ്റു 2 മൈനസ് 6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സീറ്റ, അതായത് 2 സീറ്റ മൈനസ് 6 ഡിവൈഡഡ് ബൈ സീറ്റ. ഇനി ഈ ടേം എങ്ങനെ വരും, സീറ്റ ഇൻറ്റു 5 മൈനസ് 0 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സീറ്റ, ദാറ്റ് ഈസ് 5. ഇവിടെ എഴുതിയിട്ടുണ്ട്, സീറ്റ ആണ് കേട്ടോ അത്, ആ സിമ്പിൾ 2 ഇൻറ്റു സീറ്റ മൈനസ് 6 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സീറ്റ, 2 സീറ്റ മൈനസ് 6, സീറ്റ ഇൻറ്റു 5 മൈനസ് 0 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സീറ്റ ഈക്വൽ ടു 5. അപ്പോൾ അങ്ങനെ എടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് 6 ഇൻറ്റു 1 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ ഈ വാല്യൂ. അതുപോലെ ഇവിടെ നിന്ന് 5ലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് 0 ഇൻറ്റു 1ലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ സീറ്റ. ഇനി ഈ ടേം വെച്ചിട്ട് ഇനി അടുത്ത എസ് റൈസ് ടു 1 കണ്ടുപിടിക്കണം. ഈ ടേം ഇൻറ്റു 6 മൈനസ് 5 ഇൻറ്റു സീറ്റ ഡിവൈഡഡ് ബൈ ദിസ് ടേം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എൽ സി എടുത്ത് ചെയ്യേണ്ടി വരും. അതെങ്ങനെ വരും, ഇവിടെ ഈ ടേമിൽ മാത്രമേ ഡിവൈഡഡ് ബൈ സീറ്റ് ഉള്ളൂ. അപ്പോൾ അതിന് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ സീറ്റനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 5 സീറ്റ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 2 12 സീറ്റ മൈനസ് 6 ഇൻറ്റു 6 മൈനസ് 36 ഡിവൈഡഡ് ബൈ സീറ്റ ഉണ്ട്. ആ സീറ്റയും ഈ സീറ്റയും ക്യാൻസൽ ആയി പോകും. ദെൻ ഡിവൈഡഡ് ബൈ 2 സീറ്റ മൈനസ് 6, അതാണ് എസ് റേസ് ടു 1 എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ടേം മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ ഈ ടേം ഇല്ല. ദെൻ എസ് റേസ് ടു 0 എന്ത് കിട്ടും, ഈക്വേഷൻ ഇൻറ്റു 5, ഇതാണ് ഇക്വേഷൻ ഇൻറ്റു 5 മൈനസ് 0 ഇൻറ്റു ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ടേം. ഈ ടേം എസ് റേസ് ടു 1 ഈ ടേം ഇൻറ്റു 5 മൈനസ് 0 ആണ്, ഡിവൈഡഡ് ബൈ ഈ ടേം തന്നെ വരും. അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോയിട്ട് 5 മാത്രം വരും. അപ്പോൾ എസ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 5 മാത്രം വരും. ഇനി ഇനി ഇതിൽ ഈ റോയില് നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ അല്ല, ഈ റോസിലെ സീറ്റയ്ക്ക് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് എസ് റേസ് ടു 5 1 2 11 ദെൻ 1 2 5 0 6 0 6. ഇവിടെ സീറ്റയ്ക്ക് 0 കൊടുത്താൽ എന്ത് വരും, എസ് സ്ക്വയറിലെ സീറ്റയ്ക്ക് 0 എടുത്താൽ മൈനസ് 6 ഡിവൈഡഡ് ബൈ 0, അതായത് മൈനസ് ഇൻഫിനിറ്റി. ഇത് ഇവിടെ 5 വരും. ഇവിടെ സീറ്റയ്ക്ക് 0 എടുത്താൽ മൈനസ് 36 ബൈ മൈനസ് 6, ദാറ്റ് ഈസ് പ്ലസ് 6. ഇനി ഇവിടെ 5 വന്നു. അപ്പോൾ ഇവിടെ എന്ത് വന്നു,
ഇവിടെ രണ്ട് സൈൻ ചേഞ്ച് നടക്കുന്നുണ്ട്. ഇവിടെ 0 നിന്ന് മൈനസിലേക്ക് മാറി, മൈനസിന് പ്ലസിലേക്ക് മാറി. രണ്ട് സൈൻ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ സിസ്റ്റം സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. On observing the elements of first column of root array, it is found that there are two sign changes. Hence, two roots are lying on the right half of S plane. എവിടെയാ? റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ എവിടെ കിടക്കണം? റൂട്ട്സ് ലെഫ്റ്റ് ഹാഫിൽ വേണം കിടക്കാൻ. ആൻഡ് ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ദ റിമൈനിങ് 3 റൂട്ട്സ് ആർ ലൈയിങ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ഇത് റൈറ്റ് അല്ല, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ എന്നാണ് വരേണ്ടത്. കാരണം ഇവിടെ 2 റൂട്ട്സ് ആർ ലൈയിങ് ഓൺ ദ, അത് സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. അതാണ് സൈൻ ചേഞ്ചസ് നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ റിമൈനിങ് 3 റൂട്ട്സ് അണ്ടർസ്റ്റുഡ് ആണ്, ലെഫ്റ്റ് ഹാഫിലാണ് കിടക്കേണ്ടത്, റൈറ്റ് ഹാഫ് അല്ല. കൺക്ലൂഷനിൽ ഞാൻ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 3 റൂട്ട്സ് ആർ ലൈയിങ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് റിസൾട്ട്. അപ്പോൾ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാവണം. അതാണ് കണ്ടീഷൻ. അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, കാരണം രണ്ട് സൈൻ ചേഞ്ച് നടന്നിട്ടുണ്ട്. റൂട്ട് അറേയിൽ സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ല, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ റൂട്ട്സും ലെഫ്റ്റ് ഹാഫിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ട് സൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസ്ക്രൈബ് മേസൺസ് ഗെയിൻ ഫോർമുല ഫോർ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. Obtain the transfer function of the following system using Mason's gain formula. ആദ്യം മേസൺസ് ഗെയിൻ ഫോർമുല ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം? നമ്മൾ നേരത്തെ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ അത് നോക്കിയതാണ്, എങ്കിലും നോക്കാം. മേസൺസ് ഗെയിൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൽ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടു ദ സിസ്റ്റം ആയിരിക്കും, സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്. ഇനി എന്താണ്? ഓവറോൾ ഗെയിൻ ഓഫ് ദ സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാം ഈ മേസൺസ് ഗെയിൻ ഫോർമുല വഴി. ഓവറോൾ ഗെയിൻ ഓഫ് ദ സിസ്റ്റം തന്നെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ സിഗ്മ കെ പി കെ ഡെൽറ്റ കെ, വേർ പി കെ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് പാത്ത് ഗെയിൻ ഓഫ് kth ഫോർവേഡ് പാത്ത്. ഓക്കെ, കെ ഇസ് ദ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഇൻ ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. കെ എന്ന് പറഞ്ഞാൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ് കെ. പി എന്ന് പറഞ്ഞാൽ ഗെയിൻ, ഏതിൻ്റെ? kth ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ ആണ് പി കെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡെൽറ്റ എന്ന് പറഞ്ഞാലോ 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് മൈനസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ് പ്ലസ് എക്സെട്ര. അതാണ് ഡെൽറ്റ. ഇനി ഡെൽറ്റ കെ എന്ന് പറഞ്ഞാലോ ഡെൽറ്റ ഫോർ ദാറ്റ് പാർട്ട് ഓഫ് ദ ഗ്രാഫ് വിച്ച് ഈസ് നോട്ട് ടച്ചിങ് kth ഫോർവേഡ് പാത്ത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ലൂപ്പുകളുടെ ഡെൽറ്റയാണ് ഡെൽറ്റ കെ എന്ന് പറയുന്നത്. kth ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡെൽറ്റ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഇൻഡിവിജ്വൽ ലൂപ്പിൻ്റെ സം കാണുക പ്ലസ് 2 നോൺ ടച്ചിങ് ലൂപ്പുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് കാണുക മൈനസ് 3 നോൺ ടച്ചിങ് ലൂപ്പുകൾ തമ്മിലുള്ള ഗെയിൻ പ്രൊഡക്ട്സിൻ്റെ സം കാണുക പ്ലസ് അങ്ങനെ ആ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ നമുക്ക് ക്വസ്റ്റ്യൻ അതാണ് മേസൺസ് ഗെയിൻ ഫോർമുലയാണ് നേരത്തെ പറഞ്ഞത്. ഇനി ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, ഇതിൻ്റെ മേസൺസ് ഗെയിൻ ഫോർമുല വെച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതൊരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ എത്ര നോഡ് ഉണ്ടെന്ന് നോക്കണം. അതായത് 6 നോഡുണ്ട്. 1 2 3 4 5 6. ആദ്യം നമ്മൾ നോഡ് മാർക്ക് ചെയ്യുക, നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് 1 2 3 4 5 6. ഇനി ശ്രദ്ധിക്കുക, 2നും 3നും ഇടയിൽ ഒരു ഗെയിൻ ഉണ്ട്. അപ്പോൾ 2നും 3ൻ്റെ ഇടയിൽ അത് മാർക്ക് ചെയ്തു, ഒരു ആരോ മാർക്ക് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അവിടെ G1. Then 3 to 4 again G2, 4 to 5 G3, 5 to 6 പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ 1 ആണ് അതിൻ്റെ ഉത്തരം. ദെൻ 5 to 3 ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്, -H2. കണ്ടോ, 5 to 3
5 to 3 ഇവിടെ മൈനസ് സൈൻ ആണ്, അതുകൊണ്ടാണ് ഇവിടെ -h2. ഇനി 4 to 3 ഒരു -h1 വരുന്നുണ്ട്. 4 to 3 -h1 3. ഇനി പിന്നെ ഇവിടെ 4 ന്ന് 2 ഒരു -h1 വരുന്നുണ്ട്. 4 ന്ന് 2 ഒരു -h1 കണ്ടോ, h1 into -1 ചെന്നാൽ -h1 വരും. അപ്പോൾ ഇനി ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അപ്പോൾ ആദ്യം ബ്ലോക്ക് ഡയഗ്രാം തന്നിരുന്നത്, അതിൽ നിന്നും ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരച്ചു. ഇനി നമ്മൾ മേസൺസ് ഗെയിൻ ഫോർമുല വെച്ച് ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നോക്കുക, ഇതിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് നോക്കാം. ഇത് ചെക്ക് ചെയ്തുമ്പോൾ അറിയാം ആകെ ഒരു ഫോർവേഡ് പാത്തേ ഉള്ളൂ. ഈ ലൂപ്പൊക്കെ നോക്കൂ, അത് വീണ്ടും ഇതേ 3, 4, 5 തന്നെയാണ് പോകുന്നത്. ഇതൊക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഒരു ഫോർവേഡ് പാത്തേ ഉള്ളൂ. ഫോർവേഡ് പാത്ത് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു നോഡ് ഒരു തവണയെ പാസ് ചെയ്യാൻ പാടുള്ളൂ. ഇതങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെ കൺസിഡർ ഇപ്പോൾ ഇത് 1, 2, 3, 4 പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും 3 വരും. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ട് ഇതിൽ വേറെ ഫോർവേഡ് പാത്ത് ഒന്നുമില്ല. ആ ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? G1, G2, G3 ആണ്. അതാണ് P1 = G1, G2, G3. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ഇതാണ് തന്നിരിക്കുന്ന സിസ്റ്റം. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ നോക്കാം. എത്ര ലൂപ്പ് ഉണ്ട് ഇതിൽ? ഇതൊരു ലൂപ്പാണ്. 2, 3, 4 എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. 3, 4 ഒരു ലൂപ്പാണ്. 3, 4, 5 എന്ന് പറയുന്നത് വേറെ ലൂപ്പാണ്. അതാണ് ലൂപ്പ് 1, ലൂപ്പ് 2, ലൂപ്പ് 3. അത് പ്രത്യേകം എടുത്ത് വരച്ചിട്ടുണ്ട്. ഇനി ഗെയിൻ ഓഫ് ലൂപ്പ് 1 എന്താണ്? G1, G2 into -h1. ദാറ്റ് ഈസ് -G1, G2, h1. ലൂപ്പ് 2 G2 into h1 -h1. ദാറ്റ് ഈസ് -G2, h1. ലൂപ്പ് 3 എന്താ വരിക? G2, G3 into -h2. ദാറ്റ് ഈസ് -G2, G3, h2. ഇനി കാണേണ്ടത് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. അതിൻ്റെ ആൻസർ എന്താ? ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്പ്. ഇവിടെ ഏതെങ്കിലും ലൂപ്പ് നോൺ ടച്ചിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ? ഒരു ഫോർവേഡ് പാത്തേ ഉള്ളൂ. എല്ലാ ലൂപ്പും ഈ ഫോർവേഡ് പാത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പം ഒന്നും തന്നെ ഇല്ല. ദർ ഈസ് നോ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് ഓർ 3 നോൺ ടച്ചിങ് ലൂപ്സ് എക്സെട്ര. അപ്പോൾ നമുക്ക് നോക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡെൽറ്റ = 1 - സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. ഓരോ 3 ലൂപ്പിൻ്റെയും ഗെയിൻ ആഡ് ചെയ്ത് എഴുതി, പ്ലസ് നോൺ ടച്ചിങ് ലൂപ്സ് ഇല്ല, ഗെയിൻ ഇല്ല, പോസിബിൾ കോമ്പിനേഷൻ ഇല്ല, അത് 0 ആണ്. ഇവിടെ വരെയുള്ളൂ ഡെൽറ്റ. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് സൈൻ ഔട്ട് സൈഡ് എടുത്താൽ 1 + G1, G2, h1 + G2, h1 + G2, G3, h2 എന്ന് എഴുതാം. Since there is no part of the graph which is non-touching with the forward path 1, delta 1 = 1. ഫോർവേഡ് പാത്ത് 1നെ നോൺ ടച്ച് ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഡെൽറ്റ 1 എന്ത് വരും? ഈ 1 ഉള്ള ടേം ഉണ്ടാവും. ഇവിടെ സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ബാക്കിയൊക്കെ 0 ആണ്. അപ്പോൾ ഡെൽറ്റ 1 = 1. ഡെൽറ്റ 1 = 1. അങ്ങനെയാണെങ്കിൽ മേസൺ ഗെയിൻ ഫോർമുലയിലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ T = 1/delta sigma k pk delta k ആണ്. ദാറ്റ് ഈസ് 1/delta P1 delta 1. കാരണം ഒരു ഫോർവേഡ് പാത്തേ ഉള്ളൂ. K = 1 ആണ്. P1ൻ്റെ വാല്യൂം ഡെൽറ്റ 1ൻ്റെ വാല്യൂം കൊടുത്തു, ബൈ ഡെൽറ്റയും കൊടുത്തു. ഡെൽറ്റ 1 1 ആണ്. P1 G1 G2 G3 ആണ്. ഡെൽറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഗിവൺ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. If the system with a given characteristic equation is stable using Routh-Hurwitz criterion, s⁴ plus 8s³ plus 18s² plus 16s plus 5 = 0. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്ന് നോക്കണം യൂസിങ് Routh-Hurwitz criterion. അപ്പോൾ നോക്കുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് s⁴ plus 8s³ plus 18s² plus 16s plus 5 = 0. ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഗിവൻ ഇക്വേഷൻ 4th ഓർഡർ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് 4 റൂട്ട്സ് ആൻഡ് ഹയസ്റ്റ് പവർ ഓഫ് s എന്ന് പറയുന്നത് ഈവൻ ആണ്. അപ്പോൾ റൂത്ത് അറേയിലെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഈവൻ പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും. അതായത് s⁴ കോഎഫിഷ്യൻറ്റ്, s² കോഎഫിഷ്യൻറ്റ്, ദെൻ ദ കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഓഡ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. s³ കോഎഫിഷ്യൻറ്റ് 8, s-ൻ്റെ കോഎഫിഷ്യൻറ്റ് 60,
അത്രയും ടേം ആയിരിക്കും സെക്കൻഡ് റോ വരിക. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂത്ത് അറേ നോക്കുകയാണ്. റൂത്ത് അറേയിലെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ പവേഴ്സിൻ്റെ കോയിഫിഷ്യൻസ് 1, 18, 5. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഓഡ് പവേഴ്സിൻ്റെ കോയിഫിഷ്യൻസ് 8 ആൻഡ് 16. ഇതിൽ 8 ആൻഡ് 16 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 2 എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് റോ എസ് സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ വരും? 1 into 18 minus 2 into 1 divided by 1, that is 16. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ഇക്വേഷൻ. അതുപോലെ 5 എന്ന് എങ്ങനെ കിട്ടും? 1 into 5 divided by 1, that is 1 into 5 minus 0 into 1 divided by 1 ആണ്. That is equal to 5. 1 into 5 minus 0 into 1 divided by 1 equal to 5. Then അടുത്ത റോ എങ്ങനെ വരും? 16 into 2 minus 5 into 1 divided by 16. അത് 1.6875 വരും. that is approximately 1.7 ആണ്. അതങ്ങനെ എഴുതി. Then S0 S raised to 0 ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 1.7 into 5 minus 0 into 16 divided by 1.7 ആണ്. that is equal to 5 തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇവിടെ 0 ആകുമ്പോൾ ഈ ടേം ഇല്ല, അവിടെ 1.7 1.7 ക്യാൻസൽ ആയപ്പോൾ 5 വരും. അപ്പോൾ ഈ കോളം 1ലെ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാം? ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം പോസിറ്റീവാണ്. അതിൽ ഒരു സൈൻ ചേഞ്ചും നടന്നിട്ടില്ല. അതായത് റൂട്ട്സ് ഒക്കെ എസ് പ്ലെയിനിലെ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. ഓക്കെ, എന്താ പറഞ്ഞത്? ഇതിലെ ഫസ്റ്റ് റോയിലെ കോളം 1ലെ എലമെൻറ്റ്സ് എല്ലാം പോസിറ്റീവാണ്. ദർ ഈസ് നോ സൈൻ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ്, അതായത് ഓൾ ദ റൂട്ട്സ്, തന്നിരിക്കുന്ന ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ഒക്കെ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം സ്റ്റേബിൾ ആണ്. ദെൻ ഓൾ ദ 4 റൂട്ട്സ് ആർ ലൈയിങ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആൻഡ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Obtain the transfer function for the following system using block diagram reduction technique. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ടെക്നിക്ക് വഴി ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. കുറച്ച് വലിയൊരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിനെ റെഡ്യൂസ് ചെയ്ത് ഒരു ആർ ഓഫ് എസും ഒരു ബ്ലോക്കും ഒരു വൈ ഓഫ് എസും ഒരു എന്താ പറയുക, ഫീഡ്ബാക്ക് പാത്ത് മാത്രമല്ല ഒരു ചെറിയ ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് മാറ്റണം ഇതിനെ. എന്നിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം എല്ലാ ബ്ലോക്സും നന്നായി വാച്ച് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് ഇവിടെ ഉള്ള കാരണം അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അതെന്താ ബുദ്ധിമുട്ടെന്ന് പറയണേ? ഇപ്പോൾ ഇത് നോക്കൂ, ഇത് ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ക്ലബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ ഫീഡ്ബാക്ക് പാത്തിൻ്റെ എഫക്റ്റ് വരും ഈ പോയിന്റിൽ. അപ്പോൾ അത് നമുക്ക് മാറ്റണം. അതിന് എളുപ്പം എന്താ? ഈ പോയിന്റിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. അത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും? ഈ പോയിന്റിൽ G5 എന്ന് പറയുന്ന ഗെയിനിൻ്റെ എഫക്റ്റ് ഉണ്ട്. പക്ഷേ ശരിക്കും H2ന് G5യുടെ എഫക്റ്റ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അത് കാരണം ഈ പോയിന്റ് കഴിഞ്ഞിട്ടാണ് G5 വരുന്നത്. അപ്പം നമുക്ക് ഇതിനെ എന്ത് എഴുതാം? ഈ പോയിന്റ് ഇങ്ങോട്ട് വന്നാൽ H2ൻ്റെ കൂടെ ഒരു 1/G5 വരും. അങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബിക്കം H2/G5 ആവും. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് മാറ്റി. അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെയോ ഇതിലെന്ത് വരും? ഈ രണ്ട് ഗെയിനും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ വരിക. അപ്പോൾ ഇതിനെ G3 G4 അത് പാരലൽ കോമ്പിനേഷനാണ്. G3 + G4 വരും. ഇവിടെ ഒരു G5 ഉണ്ട്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. G3 + G4 × G5 തന്നെ ഒറ്റ ഇതായിട്ടും എഴുതാം. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം അല്ലേ, ക്ലോസ് ലൂപ്പ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാം. അതുപോലെ ഈ സെക്ഷനിൽ നോക്കിയാൽ ഇതിനെയും റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാം. G1ഉം G2ഉം കാസ്കേഡ് ചെയ്ത് സീരീസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ G1 G2 എന്ന് എഴുതാം. അത് H1 നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. അപ്പോൾ അതിനെ ഒരു ഇതാക്കാം. അപ്പോൾ ഇത് മൊത്തം ഒരു ബ്ലോക്കാവും, ഇത് മൊത്തം ഒരു ബ്ലോക്കാവും. എന്നിട്ട് ഈ രണ്ട് ബ്ലോക്കും സീരീസ് ആയിട്ടാണ് കാസ്കേഡ് ആയിട്ടാണ് വരണത്. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക.
നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വേഗം മനസ്സിലാവാനും ചെയ്യാനും പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ചെയ്ത് മനസ്സിലായില്ല, ഈ പോയിന്റിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഇത് G3+G4 പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷനെ ബ്ലോക്സിനെ കമ്പൈൻ ചെയ്ത് G3+G4 ആയിട്ട് എഴുതി. അടുത്ത ബ്ലോക്ക് എന്തായി മാറും? ഇതാ ഇവിടെ H2ൻ്റെ അവിടെ H2/G5 ആയി. G3+G4 × G5 ആയി അവിടെ. ഇതൊക്കെ അങ്ങനെ എഴുതി. ഇതിനെ ഒരുമിച്ച് ഒരൊറ്റ ബ്ലോക്ക് ആക്കാം. കണ്ട ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ G/1+GH ആണ്. ഇവിടെ G എന്ന് പറഞ്ഞാൽ ഇതാണ്, H എന്ന് പറഞ്ഞാൽ H3 ആണ്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. G എന്ന് പറഞ്ഞാൽ G3+G4 × G5 ഡിവൈഡഡ് ബൈ 1+GH. G × H എന്ന് പറഞ്ഞാൽ H3. അപ്പോൾ ഈ ടേം ഇത് ഇങ്ങനെ ഒരൊറ്റ ബ്ലോക്കായിട്ട് മാറി. സിമിലർലി ഹിയർ G1 G2 ഉണ്ട്, ഒരു H1 ഉണ്ട്. ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ G1 G2/1 G1 G2 H1. ഇനി ഒരു ഫീഡ്ബാക്ക് പാത്ത് വരുന്നുണ്ട് H2/G5. ഇപ്പോൾ ഇതിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് കാസ്കേഡ് ആണ്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്നായിട്ട് എഴുതാം. ഇത് ഇങ്ങോട്ട് വന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ഇവിടെ 1 - GH എന്നാണ് വരിക. അപ്പോൾ G എന്ന് പറഞ്ഞാൽ G1 G2 × G3+G4 × G5 ഡിവൈഡഡ് ബൈ ഈ ടേം 1+G1 G2 × H1 all multiplied by 1+G1 G3 G4 × G5 H3. അത് G3 ആണ് G എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ 1 - G, ഈ ടേം അതുപോലെ എഴുതി, ഇൻറ്റു H. H എന്താ? H2/G5. ഇതിൽ ഈ G5ഉം G5 ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിലുള്ള ഈ ടേം തന്നെയാണ് ഇവിടെയും താഴെ വരുന്നത്. അപ്പോൾ അതും ക്യാൻസലായി പോവും. അപ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ ഈ ടേം അതേപോലെ കിടക്കും. ഡിനോമിനേറ്ററിൽ ഇത് LCM എടുക്കുമ്പോൾ 1 × എന്ന് പറഞ്ഞ് എഴുതുന്ന ഈ ടേമും -G1 G2 × G3+G4 × G5 എന്നുള്ള ടേമും H2 എന്നുള്ള ടേം വരും. അതായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് നോക്കാം. ഇതാ അപ്പോൾ ഈ ടേം ക്യാൻസൽ ആയി പോവും, G5 ക്യാൻസൽ ആയി പോവും. ലാസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. G1 G2 × G3+G4 × G5 all divided by 1+G1 G2 H1 × 1+G3 G5 H3 G4 G5 H3 all into ആണ് -G1 G2 × G3+G4 × G5. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Check the stability of the system represented by the following characteristic equation using Routh stability criterion. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എന്താ നോക്കുക, ആ സിസ്റ്റത്തിൻ്റെ ഓർഡർ ചെക്ക് ചെയ്യുക. അതെന്താണ്? 3 ആണ്. 3 എന്ന് പറഞ്ഞതിന് 3 റൂട്ട്സ് ഉണ്ടായിരിക്കും. ഈ 3 റൂട്ട്സ് ഏത് ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് 3 റൂട്ട്സിൽ അതൊരു 3 എന്ന് പറയുന്നത് ഈ ഓഡ് നമ്പർ ആയ കാരണം റൂത്ത് അറേയിലെ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഓഡ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ് വരിക. ഇവിടെ ഓഡ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? S³ കോഎഫിഷ്യൻറ്റ് 1, Sൻ്റെ കോഎഫിഷ്യൻറ്റ് 4, അതിവിടെ വന്നു. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഈവൻ പവേഴ്സിൻ്റെ S² കോൺസ്റ്റൻറ്റ് ടൈമും വരും. S² 3, കോൺസ്റ്റൻറ്റ് ടൈം 2. ദെൻ അടുത്ത റോ എങ്ങനെ കിട്ടും? 3 × 4 - 2 × 1 divided by 3, that is 12 - 2, 10/3, that is 3.33. then 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ 0 വരും. അതെങ്ങനെ 0 വരുന്നത്? 3 × 0 ഇവിടെ ടേം ഇല്ല, അപ്പോൾ അത് 0 വന്നു. ദെൻ ഇവിടെ അടുത്ത റോയിൽ എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേം 3.33 × 4 - 0 divided by 4 അല്ല 2. 3.33 × 2 - 0 divided by 3.33, that is equal to 2. ഈ കോളം 1 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ there is no sign change, ഒരു സൈൻ ചേഞ്ചും ഇല്ല, all are positive numbers. അപ്പോൾ നമുക്ക് എന്ത് പറയാം? given system is stable
and all the three roots are lying on the left half of S plane. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണ്. System stable ആണ്. All the three roots are lying on the left half of S plane. Okay. ഇനി അടുത്ത question. Determine the overall transfer function using block diagram reduction for the system shown in figure. നേരത്തെ ചെയ്ത പോലത്തെ വേറൊരു പ്രോബ്ലം. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ആണ്. അപ്പോൾ ഈ ഇതിൽ നോക്കുക, ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെയും ഇതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് എടുക്കണമെങ്കിൽ ഈ പോയിന്റ്, ഈ ഫീഡ്ബാക്ക് പാത്തിൻ്റെ പോയിന്റ് നമുക്ക് മാറ്റണം, മൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയ G3യുടെ എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ H1/G3 ആവും ഇതിൻ്റെ ഫീഡ്ബാക്ക്. അടുത്ത യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു നെഗറ്റീവ് ക്ലോസ്ഡ് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഗെയിൻ എന്തായിട്ട് വരും? G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2. ഓക്കെ, G2 G3 കാസ്കേഡ് ആയിരുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 1 പ്ലസ് GH എന്നുള്ളത് അതുപോലെ എഴുതി. പിന്നെ അടുത്ത് G1 വരും ഇവിടെ അങ്ങനെ. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. ഇതിനെ ചെറുതാക്കുമ്പോൾ ഇതിലും കാസ്കേഡ് ആയ കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. പിന്നെ ഇതിനെ നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. നോക്കാം നമുക്കത്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എഴുതി. G1 മൾട്ടിപ്ലൈ ചെയ്ത് വന്നു. G1 G2 G3 ബൈ 1 പ്ലസ് G2 G3 H2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G ഇൻറ്റു H. G എന്ന് പറയുന്നത് ഈ ടേം അതുപോലെ എഴുതി. H എന്ന് പറഞ്ഞാൽ H1/G3. അതിലെ G3 ക്യാൻസൽ ആയിപ്പോയി. എന്നിട്ട് LCM എടുക്കുക. ഇനി ഇതിൻ്റെ LCM എടുക്കാറായിട്ടില്ല, അടുത്തത് കൺസിഡർ ചെയ്തിട്ട് മതി, അല്ലെങ്കിൽ വലുതായി പോകും. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് വരും? G/1 പ്ലസ് G. G എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ സിംപ്ലിഫൈ ചെയ്ത G1 G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2 പ്ലസ് G1 G2 H1 എഴുതാം. ഇനി ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ G/1 പ്ലസ് G ആണ്. അതേ നോക്കാം. ദാറ്റ് ഈസ് G എഴുതി ഡിവൈഡഡ് ബൈ 1 പ്ലസ് G. അപ്പോൾ ഇത് LC എടുക്കുമ്പോൾ ഇത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ടേമും ക്യാൻസൽ ആയി പോകും. ആൻസർ എന്ത് വരും? G1 G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2 പ്ലസ് G1 G2 H1 പ്ലസ് G1 G2 G3. അതാണ് റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ, ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ദസ് ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം if G of S equal to S by S plus 2 and H of S equal to S by S plus 1 using Routh-Hurwitz criterion. എന്താ ക്വസ്റ്റ്യൻ? ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. പിന്നെ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ G of Sനും H of Sനും വാല്യൂസ് തന്നിട്ടുണ്ട്. സ്റ്റെബിലിറ്റി Routh-Hurwitz ക്രൈറ്റീരിയൻ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ G/1 പ്ലസ് G/H ആണ്. ഓക്കെ, അപ്പോൾ G എന്ന് പറഞ്ഞാൽ S/S പ്ലസ് 2, H S/S പ്ലസ് 1. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, G/1 പ്ലസ് G ഇൻറ്റു H. അപ്പോൾ ആൻസർ എന്ത് വരും? S ഇൻറ്റു S പ്ലസ് 1 ഡിവൈഡഡ് ബൈ S പ്ലസ് 2 ഇൻറ്റു S പ്ലസ് 1 ഇൻ പ്ലസ് S സ്ക്വയർ. അപ്പോൾ ഇതിനെ S² പ്ലസ് S എന്ന് എഴുതാം. താഴെയുള്ളതിനെ എങ്ങനെ എഴുതാം? S² പ്ലസ് 3S പ്ലസ് 2 പ്ലസ് S². ദാറ്റ് ഈസ് S² പ്ലസ് S ഡിവൈഡഡ് ബൈ 2S² പ്ലസ് 3S പ്ലസ് 2. ജസ്റ്റ് സിമ്പിൾ സിംപ്ലിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന പോളിനോമിയലാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായിട്ട് എടുക്കുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 2S² പ്ലസ് 3S പ്ലസ് 2 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ
അതിൻ്റെ ഓർഡർ എത്രയാണ്? 2 ആണ്. അങ്ങനെയാകുമ്പോൾ റൂത്ത് അറേയിലെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഈവൻ പവേഴ്സിൻ്റെ കോയിഫിഷ്യൻസ് ആയിരിക്കും. ഇവിടെ 2ഉം ഈ 2ഉം. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഓഡ് പവേഴ്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, അത് 3 ആണ്. അപ്പോൾ നമുക്ക് റൂത്ത് അറേ എങ്ങനെയാണ് വരണേന്ന് നോക്കാം. എസ് സ്ക്വയറിലെ 2 വന്നു. അപ്പോൾ അതിനെ 1 എഴുതാം. S⁻1 3 എഴുതാം. S⁻0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 × 1 - 0 × 1 / 3, that is equal to 1. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് കോളം there is no sign change and all the elements are positive. Hence the system is stable because all the roots of the characteristic equation lie on the left half of S plane. So the system is stable. Okay. നേരത്തെ നമ്മൾ ചെയ്തു വന്ന അതേ ഇതുപോലത്തെ ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്തു. എല്ലാറ്റിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ represented by the signal flow graph using Mason's gain formula. മേസൺസ് ഗെയിൻ ഫോർമുല വെച്ചിട്ട് ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സിഗ്നൽ, ഇതിനെ എന്തെന്ന് പറയാം? ഈ ചിത്രം, ഈ സ്കെച്ചിന്റെ ചിത്രമാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ഇതാ ഇങ്ങനെ പോണു. ഇതൊരു ഫോർവേഡ് പാത്താണ്. ഇതിനെ നമുക്ക് ഫോർവേഡ് പാത്ത് 1 കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു ഫോർവേഡ് പാത്ത് ഇതാ ഇങ്ങനെ പോണു, G3 വഴി പോണു, അത് ഫോർവേഡ് പാത്ത് 2. പിന്നെ ഒരു ഫോർവേഡ് പാത്ത് ഇതിലേ പോണു, G4 പോണു. അങ്ങനെ there are 3 ഫോർവേഡ് പാത്ത്. ഓക്കെ, ഇനി അപ്പോൾ അതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് P1, P2, P3 എന്ന് എഴുതാം. അതാണ് ഓരോ ഫോർവേഡ് പാത്തും സെപ്പറേറ്റ് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, P1ന്റെ ഗെയിൻ എന്ത് വരും? G1, G2. P2ന്റെ എന്ത് വരും? G3 × G1. ഇവിടെ G1 ഉണ്ട്. P3യുടെ എന്ത് വരും? G1, G4. ഇതാണ് ഫോർവേഡ് പാത്ത് ഗെയിൻ. ഓക്കെ, ഇനി അടുത്തത് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. ഏതൊക്കെയാണ് ഇവിടെ വരുന്ന ലൂപ്പ്? ഇതൊരു ലൂപ്പാണ്, ഇതും ഒരു ലൂപ്പാണ്. 2 ലൂപ്പാണ് ഉള്ളത്. ലൂപ്പ് 1 കൺസിഡർ ചെയ്തേ. 2 to 5 ആണ് ലൂപ്പ് 1. 2, 3, 4, 5. അതിൻ്റെ ഫീഡ്ബാക്ക് പാത്ത് -H1. അപ്പോൾ ഇതാ G1, G2 -H1. ദെൻ അടുത്ത ലൂപ്പാണ് 4 to 6. 4, 5, 6 -H2. G2, 1 -H2. ലൂപ്പ് 2 എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം ഗെയിൻ എന്ത് വരും? G1, G2 × H1 -H1, that is -G1, G2, H1. ലൂപ്പ് 2ന്റെ ഗെയിൻ G2 × -H2, that is -G2 × H2. ഇനി ഗെയിൻ പ്രൊഡക്ട്സ് ഓഫ് 2 non-touching loops. There is no possible combinations of 2 non-touching loops or 3 non-touching loops, etc. കാരണം ഇതിലെല്ലാം ഈ ലൂപ്പിനും കോമൺ നോഡാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ അത് ടച്ച് ചെയ്യുന്നുണ്ട്, നോൺ ടച്ചിങ് അല്ല. അപ്പോൾ അതിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആകെ 2 ലൂപ്പേ ഉള്ളൂ, പിന്നെ വേറെ കോമ്പിനേഷൻ എടുക്കാനില്ല. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഡെൽറ്റ ആൻഡ് ഡെൽറ്റ കെ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1 - സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 non-touching loops minus sum of gain product of all possible combinations of 3 non-touching loops plus etc. അങ്ങനെ പോകും. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്നത് 1 മൈനസ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. എത്ര ലൂപ്പ് ഉണ്ട്? 2 ലൂപ്പ് ഉണ്ട്. 2, 3, 4, 5 പോകുന്ന ഒരു ലൂപ്പും 4, 5, 6 പോകുന്ന ഒരു ലൂപ്പും. അതിൻ്റെ ഗെയിൻ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എഴുതി അത് ആഡ് ചെയ്തു. പിന്നെ നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നുമില്ല, അപ്പോൾ ഈ ടേംസ് ഒക്കെ 0 ആയി പോകും, +0. ഇവിടെ മൈനസ് സൈൻ ഔട്ട് സൈഡ് എടുത്താൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1 + G1, G2, H1 + G2, H2. ഇനി ഇവിടെ പറയണത് എന്താണ്? ഇവിടെ നോൺ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫോർവേഡ് പാത്ത് 1നെയോ ഫോർവേഡ് പാത്ത് 2നെയോ ഫോർവേഡ് പാത്ത് 3യോ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നോൺ ടച്ച് ചെയ്യുന്ന വേറൊരു പാർട്ട് ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ഇല്ല. അതുകൊണ്ട് ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 ഒക്കെ 1 ആണ്. എന്തുകൊണ്ടാണ് 1 വരണത്? ഡെൽറ്റയുടെ വാല്യൂ ഇക്വേഷനിൽ തന്നെ ഒരു 1 ഉണ്ട്. 1 മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്ന് വരുന്നത്. ഇതിലെ
നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നും ഇല്ലാത്ത കാരണം അതിൻ്റെയൊക്കെ ലൂപ്പ് ഗെയിൻ ഒക്കെ ഇവിടെയൊക്കെ 0 ആയിട്ട് വരും. പക്ഷേ ഈ 1 അവിടെ നിൽക്കും. അതുകൊണ്ടാണ് Δ1, Δ2, Δ3 ഒക്കെ 1 ആയിട്ട് വരുന്നത്. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ എന്താ? മീസൺസ് ഗെയിൻ ഫോർമുല 1/Δ സിഗ്മ കെ പി കെ ഡെൽറ്റ കെ. ഇവിടെ നമുക്ക് എത്ര k ഈക്വൽ ടു 3 ആണ്. എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? 3 ഫോർവേഡ് പാത്ത് ഉണ്ട്. ദാറ്റ് ഈസ് 1/Δ ഇൻറ്റു P1 Δ1 പ്ലസ് P2 Δ2 പ്ലസ് P3 Δ3. ഇനി ഡെൽറ്റയുടെ വാല്യൂ അതുപോലെ എടുത്ത് എഴുതി. P1 Δ1 Δ1 Δ2 Δ3 1 ആണ്. P1 P2 P3 എഴുതി. G1 G2 G1 G3 G1 G4 അതിൻ്റെ സമ്മേഷനാണ്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് G1 ഔട്ട് സൈഡ് എടുത്താൽ G1 ഇൻറ്റു G2 പ്ലസ് G3 പ്ലസ് G4 ഇടാം. ബൈ ഡെൽറ്റേനെ 1 പ്ലസ് G1 G2 H1 പ്ലസ് G2 H2 എന്ന് ഇടാം. അതായത് ഇതിന് താഴെ ഈ ടൈമിന് വേണമെങ്കിൽ G2 ഔട്ട് സൈഡ് എടുക്കാം. ഇതൊക്കെ വേറെ ഓരോ ഫോമിൽ എഴുതണമെന്നേ ഉള്ളൂ. അതിൽ കാര്യമൊന്നുമില്ല. സിംപ്ലിഫൈഡ് ഫോം എന്നൊന്നും പറയാൻ പറ്റില്ല. G1 ഇൻറ്റു G2 പ്ലസ് G3 പ്ലസ് G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 ഇൻറ്റു G1 H1 പ്ലസ് H2. ഇതാണ് ഗിവൺ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസിങ് മേസൺസ് ഗെയിൻ ഫോർമുല. Okay, the next question. How the response can be obtained from pole zero plot? ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് എങ്ങനെ ഒരു ടൈം റെസ്പോൺസ് കിട്ടുന്നു? അപ്പോൾ ആദ്യം പോൾ സീറോ പ്ലോട്ട് എന്താണെന്ന് പറയാം. പോൾ സീറോ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷനെ കോംപ്ലക്സ് പ്ലെയിനിൽ കാണിക്കുന്നതാണ് പോൾ സീറോ പ്ലോട്ട്. ഇതാണ് പോൾസ് സിഗ്മ റിയൽ പാർട്ട് സിഗ്മ എക്സ് ആക്സിസിലെ ഇമാജിനറി പാർട്ട് ജെ ഒമേഗ വൈ ആക്സിസിലും കാണിക്കും. ഇതാണ് എസ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കൺസിഡർ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസിനെ എൻ ഓഫ് എസ് ബൈ ഡി ഓഫ് എസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എൻ ഓഫ് എസും ഡി ഓഫ് എസും പോളിനോമിയൽസ് ആണ് ഇൻ എസ്. അതിൻ്റെ റൂട്ട്സ് ന്യൂമറേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ് സീറോസ്, വേറസ് ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ് പോൾസ്. ഇനി അത് മനസ്സിലാക്കുക. ഇനി പോൾസിനെ എല്ലാം ക്രോസ് മാർക്കിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. സീറോസിനെ എല്ലാം ഒരു സീറോ വെച്ച് സർക്കിൾ മാർക്ക് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് ടൈം റെസ്പോൺസ് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോംപ്ലക്സ് പ്ലെയിനിലെ പോൾസും സീറോസും മാർക്ക് ചെയ്യും. ഈ പോൾസ് എന്ന് പറയുന്നതാണ് സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ റെസ്പോൺസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സീറോ എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് ഓഫ് ദ റെസ്പോൺസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ പോൾസ് ആൻഡ് സീറോസ്. സെക്കൻഡോ ടേക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ടൈം റെസ്പോൺസ് ക്യാൻ ബി ഫൗണ്ട് ബൈ ടേക്കിംഗ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും? പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ വഴി ചെയ്യേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? ഫോർ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ഡീകമ്പോസിഷൻ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1/s പ്ലസ് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം അതിനൊരു സിംഗിൾ പോളേ ഉള്ളൂ. അതാണ് എസ് ഈക്വൽ ടു -a. അത് ഞാൻ പറഞ്ഞു, പോൾ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ ഇത് എസ് പ്ലസ് എ ഈക്വൽ ടു 0 പറഞ്ഞാൽ എസ് ഈക്വൽ ടു -a. പോളിനോമിയലിൻ്റെ റൂട്ടാണ് പോൾസ് എന്ന് പറയുന്നത്. എസ് ഈക്വൽ ടു -a എന്ന് പറയുന്നതാണ് ഒരു പോൾ ഉള്ളത്. അപ്പോൾ പോൾ ലൊക്കേറ്റ് ചെയ്തു. അടുത്ത ടൈം റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുക. എച്ച് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ 1/s പ്ലസ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ e⁻⁻84 t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ e⁻⁻80 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഇനി റിയൽ പോൾസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടൈം റെസ്പോൺസ് കിട്ടി നേരത്തെ ആ ക്വസ്റ്റ്യനിൽ നിന്ന്. ഇനി റിയൽ പോൾസ് ആ വരണമെങ്കിൽ അതൊരു എക്സ്പോണൻഷ്യൽ റെസ്പോൺസ് ആയിരിക്കും. കോംപ്ലക്സ് പോൾസ് ആണെങ്കിൽ ഓസിലേഷൻ വരും, ഓസിലേറ്ററി റെസ്പോൺസ് വരും. സീറോസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയും ഫേസിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. അതിൻ്റെ സ്റ്റെബിലിറ്റീനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പോൾസിൻ്റെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞു ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ പോൾസ് കിടക്കണം. അതുകൊണ്ടാണ് അപ്പോഴാണ് സിസ്റ്റം സ്റ്റേബിൾ ആവുക പറയുന്നത്. നമ്മൾ സീറോസ് കിടക്കണം എന്നല്ല പറയുന്നത്, പോൾസിൻ്റെ വാല്യൂസിനെയാണ് പോൾസിൻ്റെ പൊസിഷനാണ് സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
State the necessary and sufficient conditions to be satisfied for stability of an LTI system. Prove that necessary conditions only has to be satisfied for first and second order system. ഒരു എൽ ടി എ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമുള്ള നെസസറി ആൻഡ് സഫീഷ്യൻ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? പിന്നെ പ്രൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിലെ നെസസറി കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈഡ് ആയാൽ മതി സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് പ്രൂവ് ചെയ്യണം. ഓക്കെ. ഇനി സ്റ്റെബിലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ അതൊരു ബിബോ സ്റ്റെബിലിറ്റിയാണ്. അതായത് ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട്. അതായത് എന്താ പറയുന്നത്, if every bounded input results in a bounded output, then the system will be stable. അതാണ് ബിബോ സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടുക്കുന്ന ഇൻപുട്ട് ബൗണ്ടഡ് ആവണം, ഔട്ട്പുട്ടും ബൗണ്ടഡ് ആയിരിക്കണം. അതിൻ്റെ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടീഷനാണ്. അതായത് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ. ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ എച്ച് ഓഫ് ടിയുടെ അബ്സല്യൂട്ട് വാല്യൂവിനെ -∞ ടു ഇൻഫിനിറ്റിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഫൈനൈറ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. അതാണ് എന്ത് പറയുന്നത്, ഇമ്പൾസ് റെസ്പോൺസ് കണ്ടീഷൻ. അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി മോഡുലസ് എച്ച് ഓഫ് ടി ഡി ടി ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. അത് ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ഇനി പോൾ ലൊക്കേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ റൂത്ത് അറേയിൽ പറഞ്ഞ കാര്യം തന്നെ. ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ കോംപ്ലക്സ് പ്ലെയിനിൽ കിടക്കണം. Okay, all poles of the system transfer function must lie in the left half of the complex plane. Complex plane എന്ന് പറഞ്ഞാൽ S plane. Okay, ഇതാണ് നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻസ്. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ പ്രൂഫ് നോക്കാം. Let's prove for first and second order system satisfying the necessary condition is sufficient for stability. നോക്കാം. ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. Consider a first order system with h of s equal to 1 by s plus a. A is a positive real number. Impulse response എന്തായിരിക്കും? h of t എന്ന് പറഞ്ഞാൽ L inverse of h of s. That is L inverse of 1 by s plus a. That is e raised to minus at for t greater than or equal to 0. ഇനി ഇത് absolutely integrable necessary condition ആണ്. h of t is absolutely integrable എന്ന് പറഞ്ഞാൽ integral 0 to infinity mod value of e raised to minus at dt. e raised to t greater than or equal to 0 ലേ ഉള്ളൂ. അപ്പോൾ 0 to infinity ആണ് വരിക. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -1 by a e raised to minus at within the limit 0 to infinity. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1 by a എന്നല്ലേ വരിക. e raised to minus infinity 0, e raised to 0 1 ആണ്. മൈനസ് പ്ലസ് ആവും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിലെ മൈനസും ഇവിടെ കിടക്കുന്ന മൈനസും ചേർന്ന് പ്ലസ് ആയി. ദാറ്റ് ഈസ് 1 by a. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് വാല്യൂ അല്ലേ? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെ. എ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അതിൻ്റെ 1 by a എന്ന് പറഞ്ഞാൽ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഹെൻസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് absolutely integrable, satisfying the necessary condition. Okay. Pole location of the pole of h of s is at s equal to minus a. Minus a എന്ന് പറഞ്ഞപ്പോൾ അത് ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിൻ ആണ്. This satisfies the pole location condition. Both the conditions satisfied ആണ്. The first order system stable ആണ്. ഇനി consider a second order system with the transfer function h of s equal to 1 by s plus a into s plus b. A and b are positive real numbers. Impulse response h of t into vരും L inverse of 1 by s plus a into s plus b. That is equal to 1 by b minus a e raised to minus at minus e raised to minus bt for t greater than or equal to 0. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഈ പ്രൂഫിൽ അത് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയത്. ടു ചെക്ക് ഇഫ് ഇനി എച്ച് ഓഫ് ടി എന്ന് പറയുന്നത്, അപ്പോൾ എച്ച് ഓഫ് ടി കിട്ടി, ഇമ്പൾസ് റെസ്പോൺസ് കിട്ടി. ഈ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? അത് സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് എന്ത് ചെയ്തു? ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആണോ എന്ന് നോക്കി. ഇൻറ്റഗ്രൽ 0 to infinity 1 by mod values of 1 by b minus a into e raised to minus at minus e raised to minus bt dt. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by b minus a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ടൈം ഔട്ട് സൈഡ് എടുത്തു.
integral 0 to infinity e raised to minus at dt minus integral 0 to infinity e raised to minus bt dt. 1 by b minus a അവിടെ കിടന്നു. e raised to minus 8 എന്ന് പറഞ്ഞാൽ 1 by a ആണ് വരിക. ഇവിടെ 1 by b വരും. അപ്പോൾ 1 by a minus 1 by b, അതായത് b minus a divided by ab. ഈ ടൈം ക്യാൻസൽ ആയി 1 by ab. ഇതെന്താണ്? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ സാറ്റിസ്ഫൈയിങ് ദ നെസസറി കണ്ടീഷൻ. ഇനി പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പോൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പോൾ വരിക? എയും ബിയും, എസ് ഈക്വൽ ടു മൈനസ് എയും എസ് ഈക്വൽ ടു മൈനസ് ബി ആണ്. അത് രണ്ടും പോസിറ്റീവ് റിയൽ ഫംഗ്ഷനാണ്, അത് നെഗറ്റീവ് റിയൽ ആക്സിസിലാണ് കിടക്കുന്നത്. ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് പോൾ ലൊക്കേഷൻ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോത്ത് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ സിസ്റ്റവും സ്റ്റേബിൾ ആണ്. ഇനി പറയാണ്, ഫോർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ LTI സിസ്റ്റം സാറ്റിസ്ഫൈയിങ് ദ നെസസറി കണ്ടീഷൻ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു എൻഷുർ സ്റ്റെബിലിറ്റി ബിക്കോസ് ദീസ് കണ്ടീഷൻസ് ഡയറക്ട്ലി എൻഷുർ ദാറ്റ് system response to any bounded input will remain bounded, fulfilling the Weber stability criteria. അതായത് നെസസറി കണ്ടീഷനിൽ തന്നെ നമുക്ക് പറയേണ്ടത് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആണ്. അത് ഫൈനൈറ്റ് വാല്യൂ ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫൈനൈറ്റ് വാല്യൂ ആണ്. അതൊരു ബൗണ്ടഡ് ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഫൈനൈറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് കണ്ടീഷൻ കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ആ സിസ്റ്റം സ്റ്റേബിൾ ആണ്. കാരണം ബിബോ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്, ബൗണ്ടഡ് ഇൻപുട്ട് ആൻഡ് ബൗണ്ടഡ് ഔട്ട്പുട്ട്. അത് ഫസ്റ്റ് ഓർഡറിലും സെക്കൻഡ് ഓർഡറിലും നെസസറി കണ്ടീഷനിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ സ്ലൈഡിലൂടെ മൊഡ്യൂൾ 3-ലെ പാർട്ട് ബി PYQ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.